Hi friends, welcome to SLS Academy. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ നോക്കുന്നത് CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഉന്നത അധികാര സമിതി നീക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അലോക് വർമ്മ. ക്ലിയർ? ഇന്നലെ കഴിഞ്ഞ ദിവസം CBI ഡയറക്ടറെ നിയമിച്ച വ്യക്തിയാണ് അലോക് വർമ്മ. അദ്ദേഹത്തെ ഉന്നത അധികാര സമിതി നീക്കി. ക്ലിയർ? അടുത്ത പോയിന്റ്, CBI ഡയറക്ടറായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ നാഗേശ്വര റാവു. ക്ലിയർ? അടുത്ത പോയിന്റ്, ദേശീയ വനിതാ വോളിബോൾ ജേതാക്കൾ ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളം. കേരളത്തിന് 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിന് ദേശീയ വോളിബോൾ ജേതാക്കളാകുന്നത്. വനിതാ വിഭാഗമാണ്, ഓർത്തു വയ്ക്കുക. എന്നാൽ പുരുഷ വിഭാഗത്തില് കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനം. വനിതാ വിഭാഗത്തിലെ ഇന്ത്യയുടെ കേരളത്തിന്റെ റണ്ണറപ്പ് ആയിരുന്നത് ഏതെന്ന് ചോദിച്ചാൽ റെയിൽവേ ആണ്. ക്ലിയർ? അടുത്ത, രാജ്യത്തെ ഏറ്റവും വാണിജ്യ മൂല്യമുള്ള സെലിബ്രിറ്റി ആയത് ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി. അടുത്ത, സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ ആയി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രകുമാർ. ക്ലിയർ? അടുത്ത പോയിന്റ്, ICCയുടെ 105ാമത്തെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ USA ക്രിക്കറ്റിനാണ്. ക്ലിയർ ആണോ? അടുത്ത ഒന്നുകൂടെ നോക്കാം. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഉന്നത അധികാര സമിതി നീക്കിയത് ആരെന്ന് ചോദിച്ചാൽ അലോക് വർമ്മ. CBI ഡയറക്ടറായി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ നാഗേശ്വര റാവു. അടുത്ത, ദേശീയ വനിതാ വോളിബോൾ ജേതാക്കൾ കേരളം. റണ്ണറപ്പ് എന്ന് ചോദിച്ചാൽ റെയിൽവേ. പുരുഷ വോളിബോളില് കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനം. അടുത്ത, രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ മൂല്യമുള്ള സെലിബ്രിറ്റി ആയത് ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡറായി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രകുമാർ. ക്ലിയർ? അടുത്ത പോയിന്റ്, ICCയുടെ 105ാമത്തെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ടീമിനെന്ന് ചോദിച്ചാൽ USA ക്രിക്കറ്റിനാണ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ഇപ്പൊ ആദിശങ്കര ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ വേണുഗോപാലനും ഗായകനായ വേണുഗോപാലനും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. ക്ലിയർ? അടുത്ത പോയിന്റ്, തമിഴ്നാട്ടിൽ പുതിയതായി രൂപീകരിച്ച ജില്ല എന്ന് ചോദിച്ചാൽ കള്ളക്കുറിച്ചി. 33ാമത്തെ തമിഴ്നാട്ടിലെ ജില്ലയാണ് കള്ളക്കുറിച്ചി. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, സാമ്പത്തിക സംവരണ ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ജനുവരി 9. ക്ലിയർ? അടുത്ത പോയിന്റ്, ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ആരംഭിച്ച വുമൻസ് ഒൺലി ടാക്സി സർവീസ് എന്ന് ചോദിച്ചാൽ ഗോ പിങ്ക് ക്യാപ്സ്. ഏതാണ്? ഗോ പിങ്ക് ക്യാപ്സ്. ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ഗ്ലോബൽ സോളാർ കൗൺസിലിന്റെ ചെയർമാനായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് വെച്ചാൽ പ്രണവ് ആർ മെഹ്ത്ത. ക്ലിയർ? അടുത്ത പോയിന്റ്, വി ആർ ഡിസ്പ്ലേസ്ഡ് ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായ്. ക്ലിയർ? ഇപ്പൊ ഒന്നുകൂടെ നോക്കാം. ആദിശങ്കര ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ശ്രീശങ്കര പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ വേണുഗോപാലിനും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. ക്ലിയർ? അടുത്ത പോയിന്റ്, തമിഴ്നാട്ടിൽ പുതിയതായിട്ട് രൂപീകരിച്ച ജില്ല എന്ന് വെച്ചാൽ കള്ളക്കുറിച്ചി. ഏത് 33ാമത്തെ ജില്ലയാണ് കള്ളക്കുറിച്ചി എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത, സാമ്പത്തിക സംവരണ ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ജനുവരി 9. ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ആരംഭിച്ച വുമൻസ് ഒൺലി ടാക്സി സർവീസ് എന്ന് വെച്ചാൽ ഗോ പിങ്ക് ക്യാപ്സ്. ക്ലിയർ? അടുത്ത പോയിന്റ്, ഗ്ലോബൽ സോളാർ കൗൺസിലിന്റെ ചെയർമാനായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ പ്രണവ് ആർ മെഹ്ത്ത. ക്ലിയർ? അടുത്ത പോയിന്റ്, വി ആർ ഡിസ്പ്ലേസ്ഡ് ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.